നമ്മുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് നമുക്കൊരു അടിപൊളി കാർഡ് കൊടുക്കും വേണം. നല്ലൊരു കിടുക്കാച്ചി പണിയും കൊടുക്കണമെന്നുണ്ടോ? എങ്കിൽ വാ നമുക്ക് വേഗം ഒരു കാർഡ് ഉണ്ടാക്കാം. ഇതിനാദ്യം കുറച്ച് കട്ടിയുള്ള ഒരു കടലാസിൽ ഒരു പേപ്പറിൽ ഞാനിപ്പോൾ അവിടെ ഐവറി ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ സ്ക്വയർ ഷേപ്പ് ഒരു കാർഡ് വെട്ടിയെടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിൽ ഒരു ലവ് ഷേപ്പിലും ഒരു കാർഡ് വെട്ടിയെടുത്തു. എന്നിട്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കാം, ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അവർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പ്ലെയിൻ വൈറ്റ് ഷീറ്റിനേക്കാളും. പിന്നെ അതിനെ അറിഞ്ചും പൊറിഞ്ചും കുറേ കഷ്ണങ്ങളാക്കുക. അവരോടുള്ള പക വെച്ച് നനന്നനെ കുറേ അരിയരുത്. കാരണം ഇത് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. ഇനി നമുക്ക് 2 സൈഡ് ടാപ്പ് എടുത്ത് ഈ ഷേപ്പിൽ ഫുള്ളും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റ് നമ്മൾ കീറിക്കളയണ്ട. അത് ഗിഫ്റ്റ് കിട്ടുന്ന ആളുടെ പരിപാടിയാണ്. ഇനി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെയിൽ ബോക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു കുഞ്ഞ് കടലാസ് എടുക്കുക. കളർ കടലാസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാവും. എന്നിട്ട് അതൊരു മെയിൽ ബോക്സ് പോലെ മടക്കിയെടുത്ത് ഒട്ടിച്ച് വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പെറുക്കിയിട്ട് നമുക്കങ്ങനെ മെയിൽ സെറ്റാക്കാം. ഇനി ഒരു 2 സൈഡ് ടാപ്പ് എടുത്തിട്ട് ഈ കാർഡിൽ ഒട്ടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ മെയിൽ ബോക്സും കൂടി അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് റെഡിയായി. ഇനി കിട്ടുന്ന ആളുടെ പരിപാടിയാണ് ഇതിങ്ങനെ തുറക്കുക, കഷ്ണങ്ങളെടുക്കുക, 2 സൈഡ് ടാപ്പിൻ്റെ മുകളിൽ നിന്ന് ടാപ്പ് കീറിയെടുക്കുക. താഴെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. കാരണം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാൻ എളുപ്പമല്ല. പിന്നെ കറക്റ്റ് ഓർഡറിൽ അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് സൂപ്പറായിരിക്കും. നമ്മൾ എഴുതിയ മെസ്സേജസൊക്കെ ലാസ്റ്റ് ടൈം അവർക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.